ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ചാത്തൻസ് ഡേ വ്ളോഗിൻ്റെ ഒരു കല്യാണ സാമ്പാർ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കല്യാണ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് വലിയൊരു വാർപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് പച്ചമുളക്, അമരയ്ക്ക, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്തേക്ക് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അണ്ണൻ നല്ല സൂപ്പറായിട്ട് തീയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതാണ്ട് കുറച്ച് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് കൊച്ചുള്ളി ആണ്. ഇനി അതിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മധുവണ്ണൻ. അത് കഴിഞ്ഞിട്ട് ഇതാണ്ട് കുറച്ച് സവാളയാണ് കൊണ്ടുവന്ന് വീശിയിട്ടിരിക്കുന്നത്. വീണ്ടും സവാള. മറ്റൊരു സൈഡിൽ ഈ സാമ്പാർ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളാണ് ഈ കഴുകി വാരി എടുത്തുകൊണ്ടിരിക്കുന്നത്. സാമ്പാറിനിടാനുള്ള കഷ്ണങ്ങളാണ്. എന്തോരം കഷ്ണങ്ങളാണെന്ന് നോക്കിക്കേ. ഈ കഷ്ണങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. സാമ്പാറിനിടാനായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ദേ ഇപ്പോൾ ഈ ഇരിക്കുന്നത് തൊമരയാണ്, സാമ്പാറിനകത്ത് ചേർക്കാനുള്ള തൊമര. അപ്പം ഇതും നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ കഴുകിയെടുക്കും. നമ്മുടെ തൊമരയും വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതും നമ്മുടെ സാമ്പാറിനകത്ത് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ആൾറെഡി നമ്മുടെ സാമ്പാറിനകത്ത് ചേർത്ത സാധനങ്ങളൊക്കെ കണ്ടല്ലോ. പച്ചമുളക്, കറിവേപ്പില, അമരപ്പയർ, സവാള, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് സാമ്പാർ അവിടെ വെന്തുകൊണ്ട് നമ്മുടെ സാമ്പാറിൻ്റെ നേരത്തെ ഇട്ട കഷ്ണങ്ങളെല്ലാം തിളച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് തൊമരയാണ് തട്ടി കൊടുക്കുന്നത്, തുമരപ്പരിപ്പ്. അപ്പം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച തുമരപ്പരിപ്പ് നമ്മുടെ സാമ്പാറിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കിടന്ന് നന്നായിട്ട് തിളച്ചങ്ങോട്ട് വേവട്ടെ. അതിനായിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കാരണം തുമര അടുക്കി പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തുമരപ്പരിപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളെല്ലാവരും ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പം സദ്യ കഴിക്കാറുണ്ടെന്നുള്ള അല്ലാതെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മളാരും കാണാറില്ലല്ലോ. അപ്പം ഞാൻ കരുതി എന്നാൽ ഉണ്ടാക്കുന്നതും കൂടെ ഒന്ന് കണ്ടു കളയാം. അങ്ങനെ ദേ തൊമര നല്ല വൃത്തിയായിട്ട് തിളച്ച് വൃത്തിയായിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ തട്ടിയിട്ട് കൊടുക്കുന്നത് കായമാണ്. കായമാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഒരു പീസ് കായം ഇട്ടിട്ടുണ്ട്. ദാണ്ട് വീണ്ടും രണ്ടാമത്തെ കട്ട കായം ഇട്ടിട്ടുണ്ട്. മൂന്നാമത്തെ കട്ട കായം ഇങ്ങനെ ഇവിടെ പൊളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടോ, കായമൊക്കെ എന്തോരം കായമൊക്കെ ചേർത്ത് കൊടുക്കണം ഇതിനൊക്കെ. ഇതേ നോക്കിക്കേ, 4 കട്ട കായം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്തേട്ടെ സാമ്പാർ താണ്ടെ ഇട്ട തൊമരയൊക്കെ ഇട്ടത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ തൊമരയൊക്കെ ചിലപ്പം അടുക്കി പിടിച്ച് പോവും. അപ്പം എന്തേ ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാണ്ട് നമ്മുടെ കഷ്ണങ്ങളാണ് കൊണ്ടുവന്ന് തട്ടുന്നത്. സാമ്പാറിനകത്ത് കഷ്ണങ്ങളാണ് തട്ടുന്നത്. സാമ്പാറിൽ മുങ്ങിത്തപ്പി വെണ്ടയ്ക്ക കഷ്ണം കിട്ടി, നിന്നെ മാത്രം കിട്ടിയില്ലല്ലോ തക്കാളിക്കുട്ടി. ആ ശരി, ഇതിനകത്ത് തക്കാളി ഇല്ലല്ലേ. തക്കാളി ഇനി ഇടത്തേ ഉള്ളായിരിക്കും. കണ്ട സാമ്പാറിനകത്തേക്ക് കഷ്ണങ്ങൾ കൊണ്ടുവന്ന് തുരുതുരാന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തോരം കഷ്ണങ്ങളാകത്ത് ഇടുന്നത്. അപ്പം സാമ്പാറിനകത്ത് കഷ്ണങ്ങളെല്ലാം ഇട്ട് നല്ല അടിപൊളി കളർഫുള്ളായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇനി അതിനെ ഇളക്കി കൊടുക്കണം. നമ്മുടെ മധുവണ്ണൻ ഇളക്കി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് അതിനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കിലാണ് ഈ മുളയെ കറി. അതാണിപ്പം നമ്മുടെ മധുവണ്ണൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും എന്താണാവോ കൊണ്ടിടാൻ പോകുന്നത്. മത്തങ്ങ ആ കഷ്ണത്തിനകത്ത് അന്നേരം ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്ന് മത്തങ്ങ ഇട്ടിട്ടുണ്ട്. മത്തങ്ങയൊക്കെ ഇട്ടപ്പോൾ സാമ്പാർ കളർഫുള്ളായിട്ടാണ്. ഓക്കെ, എന്ത് ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ മത്തങ്ങയൊക്കെ ഇട്ട് നമ്മുടെ സാമ്പാർ പുട്ടൻ തിളച്ച് പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം നന്നായിട്ട് തിളച്ചപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഒക്കെയാണ് ഇപ്പോൾ ഈ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗത്തും വീഴത്തക്കതുപോലെ വേണം ഇട്ട് കൊടുക്കാൻ. അങ്ങനെയാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പൊടി ഐറ്റംസ് എല്ലാം ചേർത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതെല്ലാം കൂടെയാണ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. പൊടി എല്ലാ ഭാഗത്തും പിടിക്കത്തക്കതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സാമ്പാർ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പം സാമ്പാറിനകത്ത് എല്ലാ കശുവും എല്ലാം ചേർത്തിട്ട് ലാസ്റ്റാണ് കേട്ടോ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നത്. വെണ്ടയ്ക്കയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. വെണ്ടയ്ക്ക ഇട്ട് സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് തക്കാളി ലാസ്റ്റ് തക്കാളി കുട്ടനെ കണ്ടില്ലേ എന്ന് വിളിച്ചത് തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം കക്ഷ്യങ്ങളെല്ലാം സാമ്പാറിനകത്തിടാനുള്ള കഷ്ണങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ലാസ്റ്റാണ് നമ്മൾ സാമ്പാറിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് മല്ലിയിലയും കൂടെ ആയി. അപ്പം ഏകദേശം ഒരു ഫൈനൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പുളിയാണിപ്പോൾ ഇവിടെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കതിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. പുളിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് വേണം ഇനി നമ്മൾ അടുത്ത ഫൈനൽ ഘട്ടത്തിലെത്താൻ. അപ്പം നമ്മളതിനായിട്ട് പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പുളിയും കൂടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അത് കഷ്ണത്തിനകത്തൊക്കെ കഷ്ണങ്ങളിൽ പിടിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം, ഉലുവ അതെല്ലാം പൊടിച്ച പൊടി ഐറ്റംസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള മുളക് പൊടിയാണിപ്പോൾ എടുക്കുന്നത്. ഇനി മല്ലിപ്പൊടിയും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മല്ലിപ്പൊടി ചേർത്തു, മല്ലിപ്പൊടി തട്ടി. ഇതൊക്കെ ഒരുപാട് അളവിലുള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായൊരളവ് പറയാൻ പറ്റത്തില്ല. ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉലുവാപ്പൊടിയാണത്. ഉലുവാപ്പൊടിയും ജീരകപ്പൊടിയും. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ജീരകപ്പൊടിയാണ്. ഇതിൻ്റെ ജീരകപ്പൊടിയാണ്. അപ്പം ഉലുവാപ്പൊടി, ജീരകപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ആയിട്ടുണ്ട്. അപ്പം ഇതും കൂടെ നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കലക്കി സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കലക്കുമ്പോൾ മാക്സിമം കട്ടയില്ലാണ്ട് കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം അത് സാമ്പാറിലേക്ക് ഒഴിക്കുമ്പം നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാക്സിമം കട്ടയില്ലാതെ കുഴച്ചെടുക്കണം. അപ്പം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സാമ്പാർ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് സാമ്പാറിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഒഴിക്കാൻ പോകുന്നതാണ്ട് ഇത്രയും പച്ചവെളിച്ചെണ്ണയാണ്. ആ പച്ചവെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം സാമ്പാറിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ വെളിച്ചെണ്ണ. അത് കഴിഞ്ഞിട്ട് ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടുന്നതിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കണ്ടോ നെയ്യാണ് സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടുന്നതിൻ്റെ സ്പെഷ്യൽ ഐറ്റം. അപ്പം ബാക്കിയെല്ലാം നമ്മൾ ചേർക്കുന്നത് തന്നെയാണ്. നമ്മൾ ചേർക്കാത്തതായിട്ടുള്ള ഒരു സാധനം ചേർത്തത് നെയ്യാണ്. അപ്പം എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ കല്യാണ സാമ്പാറിനും സദ്യക്കും ഒക്കെ കിട്ടുന്ന സാമ്പാറിന് ഇത്രയും ടേസ്റ്റ് വരാൻ കാരണം അതിലിങ്ങനെ നെയ്യ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പം ഏകദേശം നമ്മുടെ സാമ്പാർ ഒരു ഫൈനൽ പരുവത്തിലെത്തി. ഉപ്പിന് ഇച്ചിരി പോരായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ആഡ് ചെയ്ത് ഫിനിഷിങ് ഘട്ടത്തിലാണ്. അപ്പോൾ ഇനി ഇതിന് കടുവും കൂടെ താളിച്ചിട്ടാൽ ഓക്കെ, നമ്മുടെ സാമ്പാർ സെറ്റാണ്. ഇപ്പം ഏകദേശം നമ്മുടെ സാമ്പാർ നല്ല അടിപൊളി പരുവത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെറുതായ തവിയിലൊക്കെ എടുത്ത് വെച്ചിട്ട് കട്ടയൊക്കെ കളയും കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സാമ്പാറിൻ്റെ ഒരു വീഡിയോ
ചെയ്യാൻ നമ്മളെ സഹായിച്ചത്, ഇങ്ങനെ ഒരു കല്യാണ സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാൻ അതിൻ്റെ റെസിപ്പിയും മറ്റ് കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്ന് അതിന് നമ്മളെ സഹായിച്ചത് നമ്മുടെ ശ്രീഹരി കാറ്ററിംഗ് സർവീസാണ്. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ ഒരുപായിരം നന്ദികൾ പറയുന്നു. കാരണം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ അവരാണ് നമ്മളെ സഹായിച്ചത്. ശ്രീഹരി കാറ്ററിംഗ് സർവീസ് ഉപ്പൂട്ടിലാണുള്ളത്, കൊല്ലം ജില്ലയിലാണുള്ളത്. അവരുടെ സഹകരണത്തോടു കൂടിയാണ് നമുക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അതിന് നമ്മൾ അവർക്ക് 1000 നന്ദി പറയുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ സാമ്പാറിൻ്റെ ഫൈനൽ ടച്ച് കടുവും ഒക്കെ താളിച്ചിടുക എന്നുള്ള ഒരു സമ്പ്രദായത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അപ്പോൾ എന്തേണ്ട അതിനായിട്ട് എണ്ണ വെച്ച് കടുവ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കടുവ് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കും. കടുക് തേണ്ട പൊട്ടിത്തുടങ്ങി വറ്റൽമുളക് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കറിവേപ്പില ഇടും. അപ്പം നമ്മുടെ സാമ്പാറിനുള്ള കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എന്തേണ്ട നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ സാമ്പാറിൻ്റെ റെസിപ്പി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് നല്ല അടിപൊളി സദ്യ കല്യാണ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കല്യാണ സാമ്പാറിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ചത് ശ്രീഹരി കാറ്ററിംഗ് സർവീസാണ്. അത് ഉപ്പൂട്ടിലാണുള്ളത്. അപ്പം അവർക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പാർ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അപ്പം നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിനെ അടുത്തൊരു പാത്രത്തിലേക്ക് നമ്മൾ വാർപ്പിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിനി സദ്യയ്ക്ക് വിളമ്പാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നത്. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് വേണ്ട വാർപ്പിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകർന്ന് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ശുഭദിനം.